ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ KMC ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ഒരു റിസോർട്ടിൽ താമസിച്ചു. അപ്പം ആ റിസോർട്ടിലെ ഞങ്ങളൊരു വളരെ നല്ലൊരു കാഴ്ച കണ്ടു. വേറൊന്നുമല്ല, 2 സായിപ്പന്മാര് തെങ്ങ കയറുക, അവര് വെള്ളക്ക ഒക്കെ പറിച്ചു കളയുക, ഉണങ്ങി നിൽക്കുന്ന മടലൊക്കെ വെട്ടുക. അപ്പൊ അവരെ ഞങ്ങൾ പരിചയപ്പെട്ടു. നല്ല 2 മനുഷ്യരായിരുന്നു. നല്ല 2 ബ്രദേഴ്സാണ് അവര്. 5-8 കൊല്ലമായിട്ട് ഈ ജോലി തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ അവരുടെ പിതാവ് ഈ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. തെങ്ങ കയറുക, തെങ്ങ് വൃത്തിയാക്കുക, അത് നമ്മൾ തേങ്ങ ഇടയിലുകാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കാരണം ഇതൊരു റിസോർട്ടാണ്. അപ്പോൾ ഇഷ്ടംപോലെ പിള്ളേരും ആൾക്കാരൊക്കെ അതുവഴി നടക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാ 4-5 മാസം കൂടുമ്പോഴും അവർ തെങ്ങ് ക്ലീൻ ചെയ്യും. നമ്മുടെ നാട്ടിൽ പറഞ്ഞ അവർക്ക് മടല് ഒക്കെ വെട്ടുകയും ഉണങ്ങിയ ഓലയൊക്കെ പറിച്ചു കളയൊക്കെ ചെയ്തു. അവരോട് ഞങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഈ തെങ്ങ കയറുന്നത്? അപ്പോൾ അവർ ഞങ്ങളെ എക്യുപ്മെന്റ് പരിചയപ്പെടുത്തി. അവർ കാലയിൽ ഒരു തളപ്പ് കണക്കൊരു സാധനം ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ കുത്തിയാണ് അവർ കയറുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ പുള്ളി നമ്മളോട് പറയാം, ഇതാണ് തെങ്ങിന്റെ പൂക്കല, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മളോട് കാണിച്ചു തന്നു. ഇത് നമുക്കറിയാമല്ലോ, കാരണം നമ്മൾ നാട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അവർക്കത് അറിയാമല്ല. അവർ ഇതാണ് ഇതിന്റെ വെള്ളക്ക, ഇതാണ് തേങ്ങ ആയിട്ടുണ്ടാകുന്നൊക്കെ അവർ നമ്മളെ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഞങ്ങൾ വളരെ കൗതുകത്തോടു കൂടി അത് കേട്ടിരിക്കുകയും ചെയ്തു. അതുകൂടാതെ ഞങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നോക്കി ഇവരെങ്ങനെയാണ് തെങ്ങ കയറുന്നുള്ള കാര്യം. ഇവരുടെ കാലം ഇത് തളപ്പ് കണക്ക് ഒരു വലിയൊരു മൂർച്ചയുള്ള ഒരു ഇതുണ്ട്. ഇങ്ങനെ കുത്തി ചവിട്ടി നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കയറി പോവാണ്. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ 2-3 കൊല്ലം മുമ്പ് നമ്മൾ യൂട്യൂബിൽ ഇട്ടതാണ്. അന്നേരപ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ കമന്റ് ചെയ്തു, ചേട്ടാ ഈ വീഡിയോ കണ്ടു, പക്ഷെ ഈ തെങ്ങിന് വളരെ കേടാണ്, ഇങ്ങനെ ചവിട്ടി കയറുമ്പോൾ ഹോൾ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് അത് തെങ്ങിന് കേടാണ്. പക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചവിട്ടി കയറിയ തെങ്ങയിലെല്ലാം ഇഷ്ടം പോലെ നല്ല കായ്ഫലമാണ്. റീസെന്റ് ആയിട്ട് ഞാൻ KMC പോയി ഈ തെങ്ങൊക്കെ വീണ്ടും കണ്ടു. പക്ഷെ അവിടെ തെങ്ങിന് യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെ ഹോള് നമുക്ക് കയറി പോകുമ്പോൾ അവർ ചവിട്ടുന്ന ഒരു ഇതിട്ട് നമുക്ക് കാണാൻ പറ്റും ഹോൾ ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ അത് ഒരു തെങ്ങിന് യാതൊരു കേട് വരുമെന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വളരെ അതുപോലെ തന്നെ കാഴ്ചയിരിക്കും നമുക്ക് കാണാൻ പറ്റും. യാതൊരു കേടുമില്ലാത്ത ഒരു തെങ്ങും തോപ്പുകളാണ് അവിടുത്തെ. ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. My name's Joseph. You from Cairns? Yeah, I'm a local. Okay, so you do the coconut and cleaning stuff? Yeah, we do. So we clean the coconuts, and because it's in a resort, we have to make it all safe for all the, especially around the playground, all the kids. So just taking all of the seeds and the dead fronds out and stuff. And We don't get people if he come to our place, he can heaps of money. Yeah. I might have to give you a business card. Yeah. That's for sure. Thank you very much. All good. Thank you. Have a good one. ഇതല്ലേ നമ്മള് ഈ കാരവാൻ അല്ലെങ്കിൽ ക്യാമ്പർ വാൻ സൈറ്റ് പരിചയപ്പെടുത്താൻ വന്നപ്പോൾ യാദൃച്ഛികമായിട്ട് കണ്ടതാണ്. ഞാൻ ഓർക്കുകയും ചെയ്ത് ഇങ്ങനെ ഇവിടെ തെങ്ങേറ്റക്കാരുണ്ടോ, കാരണം എല്ലാ തെങ്ങും നമ്മൾ കണ്ടതെല്ലാം ഒരുമാതിരിപ്പെട്ട നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതായത് മുടിയൊക്കെ വിട്ട് നമ്മളെ ഇറക്കുന്നതുകൊണ്ടൊക്കെ ആൾക്കാർക്ക്. പക്ഷേ യാദൃച്ഛികമായിട്ട് ഞങ്ങൾ കണ്ടു 2 ട്വിൻ ബ്രദേഴ്സാണ്. ട്വിൻസ് അല്ല ബ്രദേഴ്സാണ്. അവർ 2 പേരും കണ്ടാൽ ഒരുപാട് കഴിക്കുന്നു. അവരുടെ ബിസിനസ്സാണിത്. ഓരോ ഇതുപോലുള്ള റിസോർട്ടുകളിലും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലും വീടുകളിലൊക്കെ ഇതുണ്ടെങ്കിൽ അവർ ക്ലീൻ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കും. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ആൾക്കാരാണ്. പുള്ളി കയറുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 സാധനം അല്ലേ, ഈ കാലിൻ്റെ ഇവിടെ താഴത്തെ അവിടെ ഒരു ഇങ്ങനെ ഇരിക്കുന്ന 2 കമ്പിയുണ്ട്. ആ കമ്പിയെ ചവിട്ടി പുള്ളി ഈസിയായിട്ട് ചെയ്യും. നമ്മുടെ നാട്ടിൽ വലിയ മെഷീനൊക്കെ ഉണ്ടാക്കില്ല. ഈ സംഭവം പരീക്ഷിക്കുകയാണെങ്കിലുണ്ടല്ലോ എനിക്കൊന്ന് ഇത് കിടുവാന്ന് തോന്നുന്നു. പുള്ളി നിസ്സാരമായിട്ട് മണ്ട കയറും. 1 സെക്കൻഡാകും പുള്ളി ചുമ്മാ ഇങ്ങനെ നമ്മൾ ചവിട്ടി കയറണം, ഇത് കൊണ്ട് കയറി മണ്ടയ്ക്ക് വന്നു. ഏതായാലും സംഭവം പൊളി, അടിപൊളി കേട്ടോ. ഏതായാലും ഇത് കണ്ടത് വളരെ അല്ലേ, അവരോട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇന്ന് കള്ളി എത്തുന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവർ പരീക്ഷിക്കുമെന്ന് എനിക്കറിയാൻ മേല. കാരണം ഇത്രയും തേങ്ങയുള്ള സ്ഥലം വേറെ ഓസ്ട്രേലിയയിലില്ല. എവിടെ നോക്കിയാലും തെങ്ങും മാങ്ങായും ചക്കയും എല്ലാ സംഭവങ്ങളും.